കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെയും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദേമോസിനോട് അരുളിച്ചെയ്തു, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, തിരുസഭ മാതാവ് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളുകളിലൊരു തിരുനാൾ കൂടി ഇന്ന് ആഘോഷിക്കുകയാണ്. മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. 1955 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ യോസേപ്പിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പായ്ക്ക് വിശുദ്ധ യോസേപ്പ് പിതാവിനോട് വളരെ ആഴമായൊരു ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിനെ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഭാഗമാക്കുകയും നിശബ്ദനായി ഉറങ്ങിക്കിടക്കുന്ന യോസേപ്പ് പിതാവിനോടൊക്കെയുള്ള ഭക്തി കൂടുതൽ സഭയിൽ പ്രചരിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. എന്തുകൊണ്ടാണ് വിശുദ്ധ യോസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് മാറിയത്? നമ്മൾ തൊഴിലിനെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് തരം വ്യക്തികളെയാണ്, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന രീതികളെയാണ് നമ്മൾ ജീവിതത്തിൽ കാണുക. ചെയ്യുന്ന ജോലിയോട് യാതൊരു വക ആത്മാർത്ഥതയുമില്ലാതെ വേതനം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കുകുത്തികളായി മാറുന്ന ഒരു വിഭാഗം ആളുകളെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വ്യക്തികൾ അല്ലെങ്കിൽ വിഭാഗം എന്ന് പറയുന്നത് എത്ര അധ്വാനിച്ചിട്ടും കൃത്യമായ വേതനം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന മറ്റൊരു ജനവിഭാഗം നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഇവർക്കെല്ലാം മാതൃകയായിട്ട് വിശുദ്ധ യോസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് മാറുമ്പോൾ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ യോസേപ്പ് പിതാവ് മാറിയത് എന്ന് നാം ചിന്തിക്കണം. വിശുദ്ധ യോസേപ്പ് പിതാവിലുള്ള 5 ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? സഭ അവനെ തൊഴിലാളികളുടെ മധ്യസ്ഥനാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ചില സദ്ഗുണങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നീതിമാനായ മാറിയ യോസേപ്പ് പിതാവിനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. തൻ്റെ തൊഴിൽ നൽകിയവരോട്, തൊഴിലിൻ്റെ ഉപഭോക്താക്കളോടൊക്കെ മാറിയ യോസേപ്പ് പിതാവ് കാണിച്ച ഒരു നീതിബോധമുണ്ടായിരുന്നു. തൊഴിലിനപ്പുറം തൻ്റെ ജീവിതത്തിൽ മാറിയ യോസേപ്പ് പിതാവ് തൻ്റെ കുടുംബത്തോട്, തൻ്റെ ദാമ്പത്യ ബന്ധത്തോട്, മറിയത്തോട്, ദിവ്യ ഈശോയോടൊക്കെ, ഉണ്ണീശോയോടൊക്കെ കാണിച്ച ആ നീതിബോധമാണ് തീർച്ചയായിട്ടും ഇന്ന് സഭയിൽ വിശുദ്ധ യോസേപ്പ് പിതാവ് ഇത്രമാത്രം ആദരിക്കപ്പെടുകയും ബഹുമാനിപ്പിക്കപ്പെടുകയും തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് അവനെ സഭ ആദരിക്കുകയുമൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വിശുദ്ധ യോസേപ്പ് പിതാവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു ഗുണമാണ് നിശബ്ദനായ
വിശുദ്ധ യൗസേപ്പിതാവ്. വായടയ്ക്കൂ പണിയെടുക്കൂ എന്ന ഒരു സ്ലോഗൻ ഒരുപക്ഷെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. വാക്കുകൊണ്ടല്ല, അതിനൊക്കെ അപ്പുറം നിശബ്ദമായ പ്രവൃത്തികൾ കൊണ്ട് ദൈവഹിതം നിറവേറ്റുക എന്ന ആ വലിയ പുണ്യം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിശബ്ദനായി ദൈവഹിതം മനസ്സിലാക്കിയവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. തന്നെ ഫലമേൽപ്പിച്ച കർത്തവ്യങ്ങൾ അതിനെ മനസ്സിലാക്കുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും അതിനോട് യാതൊരു വക വിമുഖതയും കാണിക്കാതെ സമ്പൂർണമായ ഒരു സമർപ്പണം നടത്തിയവനാണ് മാർ യൗസേപ്പിതാവ്. അതുകൊണ്ടാണ് യൗസേപ്പിതാവിനെ നമ്മൾ തീർച്ചയായും ഇത്രയും വണങ്ങുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹം തൻ്റെ തൊഴിലിനോടും ജീവിതത്തോടും കാണിച്ചൊരു നീതിബോധം, ആ വലിയ നിശബ്ദനായി ദൈവം തന്നെ പരമേൽപ്പിച്ചവയൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് നയിച്ച് അതെല്ലാം പൂർത്തീകരിച്ചൊരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. മൂന്നാമതായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രിസിഷനുണ്ട്, ഒരു ക്ലാരിറ്റി, ഒരു കൃത്യത. അത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ എല്ലാ കർത്തവ്യ മേഖലകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് വലിയ കൃത്യതയോടെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ജോലിയിൽ, വ്യക്തിബന്ധങ്ങളിൽ, കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ നസ്രത്തിലെ കുടുംബത്തിൻ്റെ പിതാവായി മാറി ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റവും കൃത്യതയോടെ നിർവഹിച്ച വിശുദ്ധ യൗസേപ്പിതാവിനെ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യസ്ഥനായിട്ട് സഭ നൽകുന്നുണ്ടെങ്കിൽ ആ കൃത്യത, ആ പ്രിസിഷൻ, ആ ക്ലാരിറ്റിയൊക്കെ നമ്മളും ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ തന്നെ വലിയൊരു മികവ്, ജോലിയിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. ജോലിയിൽ അദ്ദേഹം ഒരു തച്ചനായിരുന്നു. ആ തച്ചൻ്റെ ജോലികളിൽ അദ്ദേഹം കാണിച്ച ഒരു നൈപുണ്യമുണ്ട്. സാധാരണഗതിയിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് അതിസൂക്ഷ്മതയോടെ തൻ്റെ ജോലികൾ പൂർത്തിയാക്കിയപ്പോൾ വെറുമൊരു തച്ചനല്ല, പെരും തച്ചനായി മാറുന്ന വിശുദ്ധ യൗസേപ്പിനെയാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഈശോയെ തച്ചൻ്റെ മകനെന്നുകൂടി സുവിശേഷത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് ജോലികളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അവയിലൊക്കെ ഈ മികവ് കാണിക്കുവാൻ വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. അഞ്ചാമതായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ അവൻ കാണിച്ച ഒരു ഉത്തരവാദിത്യ ബോധമുണ്ട്. പണത്തേക്കാൾ ജോലി നൽകിയവനോട് കാണിക്കുന്ന ആത്മാർത്ഥത, ദാമ്പത്യബന്ധത്തിൽ മറിയത്തോട് കാണിച്ച ഉത്തരവാദിത്യ ബോധം, ഉണ്ണീശോയോടുള്ള ആ സംരക്ഷണം. പ്രിയമുള്ളവരെ, ഇതൊക്കെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുത്ത ആ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ, അവൻ കാണിച്ച ഉത്തരവാദിത്യ ബോധത്തിൻ്റെയൊക്കെ ആ നിറവാണ് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുതന്നെയാണ് മറ്റ് തച്ചന്മാരിൽ നിന്നും നസ്രത്തിലെ മറ്റ് പിതാക്കന്മാരിൽ നിന്നുമൊക്കെ വിശുദ്ധ യൗസേപ്പിതാവിനെ വേർതിരിച്ച് നിർത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലൊക്കെ യൗസേപ്പിതാവിൻ്റെ ഈ ഉത്തരവാദിത്യ ബോധം, അതെ, അവൻ്റെ ആ ഉത്തരവാദിത്യ ബോധമാണ് ഉണ്ണീശോയെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതികരമായൊരു ജീവിതത്തിലേക്ക് ഉയർത്തിയത്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഇതൊക്കെ സാധ്യമാകുന്നുണ്ടോ? ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യൗസേപ്പിതാവേ, കുടുംബത്തിൽ നല്ലൊരു മാതാവായി മാറുവാൻ, നല്ലൊരു പിതാവായി മാറുവാൻ നീ കാണിച്ച നീതിബോധം എൻ്റെ കുടുംബാംഗങ്ങളോട് പ്രത്യേകമായിട്ട് കാണിക്കുവാൻ
ആ കൃത്യത, ആ നിറവ്, ആ ഉത്തരവാദിത്വബോധം എൻ്റെ ജീവിതത്തിൽ പകർന്നു തരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.